നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 13 വ്യാഴാഴ്ചയാണ്. ആദ്യം ഇന്നലത്തെ വിപണിയിൽ നിന്ന് ആരംഭിക്കാം. US ഗവൺമെൻറ്റിൻ്റെ അടച്ചുപൂട്ടലും US തൊഴിൽ വിപണി കൂൾ ഓഫ് ആയതും ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കും എന്നുള്ള പ്രതീക്ഷകളും കാരണം ആഗോള വിപണികൾ ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ ഇന്നലെ ക്ലോസ് ചെയ്ത ഇന്ത്യൻ വിപണികളും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഓട്ടോ, IT, ഫാർമ സെക്ടറുകളായിരുന്നു. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ഇന്നലെയാണ് ഇന്ത്യയിൽ നിന്നും റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ വന്നത്. അതായത് ചില്ലറ വ്യാപാര പണപ്പെരുപ്പം ഒക്ടോബറിൽ 0.25% എന്ന ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. CPI ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വരാൻ തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നില കൂടിയാണിത് എന്നുകൂടി അറിയുക. പച്ചക്കറികൾ, ധാന്യങ്ങൾ, പഴങ്ങൾ എന്നിവയുടെ വിലയിലെ ഇടിവും GST വെട്ടിക്കുറയ്ക്കലുകളുടെ ആഘാതവുമാണ് ഈ ഇടിവിന് കാരണമായത്. RBIയുടെ ടോളറൻസ് പരിധി എന്ന് പറയുന്നത് 2%. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പണപ്പെരുപ്പം 2%-ത്തേക്കാൾ വളരെ താഴെയാണ് നിൽക്കുന്നത്. അതായത് RBIയുടെ ടോളറൻസ് പരിധിയേക്കാൾ വളരെ താഴെയായിട്ടാണ് ഇപ്പോൾ ഈ ഡാറ്റ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഡിസംബറിലോ അതിനുശേഷമോ ഒരു നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സാധ്യതകൾ വളരെയേറെ ഇന്ത്യൻ വിപണിയിൽ കൂട്ടിയിട്ടുണ്ട്. കൂടാതെ 4 മാസത്തിനിടെ ഇത് 3-ാം തവണയാണ് പണപ്പെരുപ്പം 2% മാർക്കിന് താഴെയായിട്ട് എത്തുന്നത്. ഭക്ഷ്യപണപ്പെരുപ്പം ഒക്ടോബറിൽ നെഗറ്റീവ് സോണിലാണ് തുടരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്, കയറ്റുമതിക്കാരെ താരിഫ് സംബന്ധമായുള്ള വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുന്നതിനും വിപണി വൈവിധ്യവൽക്കരണം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിനായി 45,060 കോടി രൂപയുടെ കയറ്റുമതി പിന്തുണ പാക്കേജ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഇ-കൊമേഴ്സ് കയറ്റുമതിക്കാർക്കായുള്ള പലിശ സബ്വേഷനിലും ഫാക്ടറിംഗ്, കൊളാട്രൽ സപ്പോർട്ട്, ക്രെഡിറ്റ് കാർഡുകൾ തുടങ്ങിയ ഇതര ധനസഹായ ഉപകരണങ്ങളിലും പ്രധാന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പുതിയ എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷൻ 6 വർഷത്തേക്ക് 25,060 കോടി രൂപ ചെലവാക്കും. എക്സ്പോർട്ടേഴ്സ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം MSMEകൾ ഉൾപ്പെടെയുള്ള കയറ്റുമതിക്കാർക്ക് 20,000 കോടി രൂപ വരെയുള്ള അധിക വായ്പയ്ക്ക് NCGTC വഴി ബാങ്കുകൾക്ക് 100% ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകും. എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം CGSE 2026 മാർച്ച് വരെ നീണ്ടു നിൽക്കും. കയറ്റുമതിക്കാരുടെ ക്രെഡിറ്റ് ചെലവുകൾ കുറയ്ക്കുക, ലിക്വിഡിറ്റി മെച്ചപ്പെടുത്തുക, കയറ്റുമതിയിൽ 1 ട്രില്യൺ എത്തിക്കുക എന്നുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുക എന്നുള്ള ഈ നടപടികളാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇനി ഈ വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ MSME എക്സ്പോർട്ടേഴ്സ്, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ്, അപ്പാരൽസ്, ഫുട്വെയർ, ജെംസ് ആൻഡ് ജ്വല്ലറി, ഹാൻഡിക്രാഫ്റ്റ് തുടങ്ങിയ സെക്ടറുകളിലുള്ള കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക്. ബുധനാഴ്ച US ഓഹരി വിപണികൾ സമ്മിശ്രമായാണ് ക്ലോസ് ചെയ്യുന്നത്. ഡൗ ജോൺസ് റെക്കോർഡ് ഉയരത്തിൽ ക്ലോസ് ചെയ്തു. അതേസമയം നിക്ഷേപകർ വില കൂടിയ ടെക് ഓഹരികൾ വിറ്റഴിക്കുകയും ദീർഘകാല US ഗവൺമെൻറ് അടച്ചുപൂട്ടൽ ഉടൻ അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷകളും ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ ഇന്നലെ ഡൗ ജോൺസ് നേട്ടമുണ്ടാക്കി. എന്നാൽ നാസ്ഡാക്ക് ആണ് ഇന്നലെ ഇടിഞ്ഞത്. ഇന്നലെയും അവിടെ ഹെൽത്ത് കെയർ സ്റ്റോക്കുകളാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. കൂടാതെ ഡൗ ജോൺസ് പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്ലേഷൻ ഡാറ്റയും ഒക്ടോബർ മാസത്തെ ജോബ്സ് റിപ്പോർട്ടും പുറത്തു വരാനുണ്ട്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 0.07% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 0.37% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.75% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.61% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി 0.3% പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. യൂറോപ്യൻ വിപണികളിലേക്ക്. യൂറോപ്യൻ സ്റ്റോക്കുകൾ ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വരാം. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.02% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 25,958 എന്ന നിലയിലാണ്. ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ് സമയം. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 25 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഗോൾഡ് പ്രൈസിലേക്ക് വരാം. സ്പോട്ട് ഗോൾഡ് ഇന്നലെ ഏകദേശം 2% അടുത്ത് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 92,040 രൂപയാണ്. മറ്റു കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 1 ലക്ഷം എന്ന റേഞ്ചിന് അരികെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നും 1% ഇടിവിലാണുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് വന്നാൽ ഇന്നലെ വലിയ ഒരു ഇടിവാണ് ഓയിൽ പ്രൈസുകളിൽ കണ്ടത്. 2026 ആഗോള എണ്ണ വിതരണം ആവശ്യകതയ്ക്ക് തുല്യമാകുമെന്ന് ഒപെക് റിപ്പോർട്ട് പ്രവചനത്തെ തുടർന്നാണ് ബുധനാഴ്ച എണ്ണവില ബാരലിന് $2 ഇടിഞ്ഞത്. ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 30 മിനിറ്റാണ് സമയം. ഇപ്പോൾ ബ്രന്റ് WTI ഫ്യൂച്ചേഴ്സ് 0.35% ഇടിവിലാണുള്ളത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ
ഇപ്പോഴിത് 55% ഡിസ്കൗണ്ടോടുകൂടി 3 മാസത്തേക്ക് വെറും 1299 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ടാറ്റ സ്റ്റീൽ. നെറ്റ് പ്രോഫിറ്റിൽ 319.5% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3183 കോടി രൂപയിലാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂവിൽ 8.9% വർധനവ് വന്നിരിക്കുന്നു. ടാക്സ് എക്സ്പെൻസിൽ 26% ഇടിവും രേഖപ്പെടുത്തി. വളരെ നല്ലൊരു മികച്ച റിസൾട്ട് തന്നെയായിരുന്നു. മറ്റൊരു നല്ല റിസൾട്ടുമായി പുറത്തു വന്നത് ലോയ്ഡ്സ് മെറ്റൽ ആൻഡ് എനർജി എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 90% വർധനവ് രേഖപ്പെടുത്തി. 572.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 154.3% വർധനവ് വന്നിരിക്കുന്നു. 3651.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രൊജക്ട്സ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 123.9% വർധനവ് വന്നിരിക്കുന്നു. 430.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 5.5% വർധനവാണ് വന്നിരിക്കുന്നത്. 2431.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. നെറ്റ് പ്രോഫിറ്റിൽ 43% ഇടിവ് ഇത്തവണ വന്നിരിക്കുന്നു. ഇയർ ഓൺ ഇയറിൽ 107.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 2.2% ഇടിവ് വന്നു. അടുത്ത നസാറ ടെക്നോളജീസ് ആണ്. ലോസ് 33.9 കോടി രൂപയിലാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കമ്പനി 18.1 കോടി രൂപ പ്രോഫിറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ റവന്യൂവിൽ 65% വർധനവ് വന്നു. 526.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 11.1% വർധനവ് വന്നു. 342 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 7.7% വർധനവ്. 1146 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് സെൻസേറ എഞ്ചിനീയറിംഗ് എന്ന കമ്പനി. പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 71.4 കോടി രൂപയാണ്. അതായത് 38.3% വർധനവ് ഇപ്പോൾ പ്രോഫിറ്റിൽ വന്നിരിക്കുന്നു. റവന്യൂവിൽ 8.1% വർധനവാണ് വന്നിരിക്കുന്നത്. മറ്റൊരു കമ്പനി എൻഡീറോ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 33.8% വർധനവ് വന്നു. 31.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 20.8% വർധനവ് രേഖപ്പെടുത്തി. 1570.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്ക് സെയിൽ മാത്രമാണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഹീറോ മോട്ടോകോപ്പ്, ഐഷർ മോട്ടോഴ്സ്, LG ഇലക്ട്രോണിക്സ് ഇന്ത്യ, ആൽക്കെയിം ലബോറട്ടറീസ്, IPK ലാബ് ലബോറട്ടറീസ്, നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി, വോൾട്ടാസ്, അപ്പോളോ ടയേഴ്സ്, ഭാരത് ഡൈനാമിക്സ്, ദിലീപ് ബിൽഡ്കോൺ, GMR എയർപോർട്ട്, ജൂബിലൻറ്റ് ഫുഡ് വർക്ക്സ്, സംവർധന മദർസൺ ഇൻ്റർനാഷണൽ, മുത്തൂറ്റ് ഫിനാൻസ്, NBCC ഇന്ത്യ, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, ഓർക്ല ഇന്ത്യ, പേജ് ഇൻഡസ്ട്രീസ്, PG ഇലക്ട്രോപ്ലാസ്റ്റ്, ടിറ്റാഗ്ര റെയിൽ സിസ്റ്റംസ്, TVS സപ്ലൈ ചെയിൻ തുടങ്ങിയവയാണ്. അടുത്തതായി FIDA ഡാറ്റയിലേക്കാണ്. FIS 1750 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്തിരിക്കുന്നത്. DIs ആവട്ടെ 5127 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 25,875 181 പോയിൻറ്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ആദ്യം റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുള്ളതായി പറഞ്ഞ 25,803 ആദ്യ മണിക്കൂറിൽ തന്നെ ബ്രേക്ക് ആയിരുന്നു. അതിനുശേഷം 25,937 മറ്റൊരു റെസിസ്റ്റൻസ് ഏരിയ ആയി മാറുകയായിരുന്നു. നമുക്കറിയാം ഡെയിലി ചാർട്ടിൽ ഒരു ഡബിൾ ബോട്ടം നമുക്ക് ഫോം ആയിരുന്നു. അതിനുശേഷം വലിയൊരു ഫോൾ വന്നു. പിന്നീട് ഒരു റിക്കവറിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനി വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ഔട്ടിനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ കാണാനുണ്ട്. ഇനി നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് തന്നെയാണ്. ഒരു സെല്ലിംഗ് സോൺ കൂടിയായിരുന്നു അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. ഇന്നത്തെ ഒരു പ്രത്യേകത കൂടി പറയുകയാണെങ്കിൽ എല്ലാ കീ മൂവിങ് ആവറേജുകൾക്കും മുകളിലായിട്ടാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല എല്ലാ മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സും പോസിറ്റീവായി എന്നതും ഒരു നല്ല ഘടകം തന്നെയാണ്. ഇനി അപ്സൈഡിലെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുള്ളത് 26,000 മുതൽ 26,100 വരെയുള്ള ആ ഒരു സോൺ തന്നെയാണ്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,670 മുതൽ 25,700 വരെയുള്ള സോണുമാണ്. ഇനി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 25,900 സ്ട്രൈക്കിൽ 682% വർധനവാണ് കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡിൽ 102% മാത്രം വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 25,880 സ്ട്രൈക്കിൽ 1895% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പാണ് കാണുന്നത്. എന്നാൽ കോൾ സൈഡിൽ 91% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം.
25,950 സ്ട്രൈക്കിൽ 1857% വർധനവ് ഒരു ലോങ് ബിൽഡപ്പ് കാണാം. എന്നാൽ കോൾ സൈഡിൽ 174% മാത്രം വർധനമാണ് കാണുന്നത്, ഒരു ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പ്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് ദുർബലമാണെന്നും മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് റൈറ്റേഴ്സ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നു എന്നുമാണ് കാണുന്നത്. അടുത്തതായി കൂടുതൽ ഓപ്പൺ സ്ട്രൈക്ക് ചെയ്ത സ്ട്രൈക്കുകൾ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,800-ഉമാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക് 58,274-ൽ 137 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സൈഡ് വൈസിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഓൾ ടൈം ഹൈ ലെവലിനരികെ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ ഫോം ആയിരിക്കുന്നത് ഒരു റെഡ് ക്യാൻഡിലാണ് എന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഈ ഓൾ ടൈം ഹൈ ലെവലിൽ നമുക്ക് മുൻപ് തന്നെ ബാങ്ക് നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാതെ തിരിച്ചിറങ്ങുന്നത് കണ്ടാണ് അത്തരത്തിൽ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് ചെറിയൊരു നെഗറ്റീവ് ഫാക്ടറായിട്ട് നമുക്ക് കാണാം. എന്നിരുന്നാലും ധാരാളം പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ളത് കൊണ്ട് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 59,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 58,000-ഉമാണ്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.